MK രാഘവൻ 5 കോടി കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ ജില്ലാ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണയ്ക്കാണ് റിപ്പോർട്ട് നൽകിയത്. നിർണായക വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്നാണ് സൂചന. അതേസമയം MK രാഘവനെതിരായ സാമ്പത്തിക തട്ടിപ്പുകൾ സംബന്ധിച്ച് DGPക്ക് ലഭിച്ച പരാതികൾ കണ്ണൂർ റേഞ്ച് IGക്ക് കൈമാറി. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ ഉള്ള വിശദാംശങ്ങൾ? നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ജില്ലാ കളക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് വിവരം. ഇതിനകത്ത് ഈ CD-യുടെ ആധികാരികത, അതായത് വീഡിയോയുടെ ആധികാരികത തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ നടത്തണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ജില്ലാ കളക്ടർ അന്വേഷണം നടത്തിയത്. ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് സമർപ്പിച്ചു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്വേഷണത്തിന് പുറമെ കേരള പോലീസും രാഘവനെതിരെയുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. രാഘവന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് നിരവധി പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ പരാതികളൊക്കെ DGP കണ്ണൂർ റേഞ്ച് IG കൈമാറി. കോഴിക്കോട്ടെ ഉദ്യോഗസ്ഥരായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുക എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതുപോലെ തന്നെ രാഘവനും ഈ വാർത്തക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാരോപിച്ചുകൊണ്ട് MK രാഘവനും ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് DGPക്ക് നൽകിയിരുന്നു. ഈ പരാതിയും അന്വേഷിക്കുന്നതിന് വേണ്ടി DGP IGക്ക് കൈമാറിയിട്ടുണ്ട്. ആനന്ദ്. ശരി കുട്ടൻ, വ്യക്തമാണ്. ഏതായാലും ഇതിന്റെ നിർണായക വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. വരുന്ന മണിക്കൂറുകളിൽ തന്നെ അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്.